Hello dears, welcome to my channel. Today we are going to deal with Rasa theory by Bharata Muni. Before that, let us see what is Natya Shastra, because this Rasa theory appears in Bharata Muni's Natya Shastra. So, Natya Shastra, it's a mythical form. Its myth is that the god Indra has requested to Lord Brahma to create something which is delightful to eyes and pleasing to ears. Brahma took the elements of song, Samaveda, and he made the Natya Shastra. ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രസൻറ്റേഷനായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നോട്ട് എഴുതിയെടുക്കേണ്ടവർക്ക് നോട്ട് എഴുതിയെടുക്കാം, അതോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുകയും ചെയ്യാം. ഓക്കെ, so Natya Shastra, it's a mythical form. It is known as the fifth Veda, and Natya Shastra has 36 chapters, and it is also known as the foundation of fine arts in India. This 36 chapters, that means the Natya Shastra has divided into 4: art of effective speech, art of music, art of acting, rasas. അത്രയും വലിയ ആ ബുക്ക് 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. രസ എന്നുള്ളത് നമ്മുടെ ഒരു ചെറിയ ടോപ്പിക്കാണ്. അതിനകത്ത് ആർട്സ് പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്സ് എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു നാടകത്തെക്കുറിച്ചോ ഒരു പോയട്രിനെ കുറിച്ചോ ഒരു നോവലിനെ കുറിച്ചോ മാത്രമല്ല, ഒരു പെർഫോമിംഗ് ആർട്ട്, അതുപോലെ ഒരു ആർട്ടിസ്റ്റിക് ഫോംസിനെ എല്ലാം റെഫർ ചെയ്യുന്ന ഒരു വർക്കാണ് നാട്യശാസ്ത്ര. സോ പ്ലീസ് ഗോ ത്രൂ ദിസ്. ഇറ്റ് ഹാസ് വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു 4, that is art of effective speech, art of music, art of acting, rasas. So Natya Shastra deals with various topics which are necessary for the production and presentation of the drama before the spectators or audience. കാണികളുടെ മുന്നിലോ അല്ലെങ്കിൽ വായനക്കാരുടെ മുന്നിലോ ഒരു പ്രസൻറ്റേഷൻ, ഒരു ആർട്ടിസ്റ്റിക് പ്രസൻറ്റേഷൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് നാട്യശാസ്ത്രയിലുള്ളത്. So Natya Shastra deals with the ideas of drama or performance. We know that it is written by Bharata Muni and it is in 1st century. Okay, and let us see the literal meaning of Natya. Natya means an act of performance, and Shastra means treatise or book. And this Natya Shastra is considered as a manifesto of dramatology. So my dears, now we can see what is Rasa. എന്താണ് രസ തിയറി എന്ന് നമുക്ക് നോക്കാം. The literal meaning of Rasa is aesthetic pleasure or juice. Bharata Muni in his Natya Shastra describes that rasas are created by bhavas, which is already within us. ഭരത് മുനി അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രയിൽ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭാവാസിനെ, അതിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് രസ. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭാവാസിനെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരുന്നതിനെയാണ് ഈ രസ എന്ന് പറയുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. So, he is giving a definition to attain rasa. Let us see what was that. Vibhava, Anubhava, Vyabhichari, Samyogat, Rasa Nishpati. അതായത് വിഭാവ, അനുഭാവ, വ്യഭിചാരി ഭാവ. വ്യഭിചാരി ഭാവയുടെ മറ്റൊരു പേരാണ് സഞ്ചാരി ഭാവ. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാം ഫിറ്റിംഗ് കോമ്പിനേഷൻ ആണ് രസനിഷ്പത്തി. അതായത് ഇതിൻ്റെ എല്ലാം സംയോഗത അല്ലെങ്കിൽ ജോയിനിങ് ഓഫ് ദീസ് 3 factors leads to രസനിഷ്പത്തി. രസനിഷ്പത്തി മീൻസ് പ്രൊഡക്ഷൻ ഓഫ് രസ.
അതായത് രസ എന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ റീഡേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പെർഫോമേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സ്പെക്ടേറ്റേഴ്സിൻ്റെയോ ഒക്കെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ ഈ 3 കാര്യങ്ങളിലൂടെ ഈ 3 ഭാവാസ് നമ്മൾ അറ്റൈൻ ചെയ്തതിന് ശേഷമേ ആ ഒരു കാര്യം നടക്കുകയുള്ളൂ. അതായത് രസം നമ്മൾ അറ്റൈൻ ചെയ്യുകയുള്ളൂ എന്നാണ് ഭരത് മുനി പറയുന്നത്. സോ നൗ വി ആർ ഗോയിങ് ടു അനലൈസ് ദിസ് ഡെഫിനിഷൻ. അതിൽ നിന്ന് ഓരോന്നും നമ്മളെടുത്ത് ആ ഒരു ടേംസ് അതൊക്കെ എന്തൊക്കെയാണ് എന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. എന്താണ് വിഭാവ, എന്താണ് അനുഭാവ, എന്താണ് വ്യഭിചാരി ഭാവ അല്ലെങ്കിൽ സഞ്ചാരി ഭാവ എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി വിഭാവ. വാട്ട് ഈസ് മീൻ ബൈ വിഭവ? കോസ് ഓഫ് ഇമോഷൻ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വിഭാവ ഈസ് ദ കോസ് ഓഫ് ഇമോഷൻ, ആൻ ഒബ്ജക്റ്റീവ് കണ്ടീഷൻ ഓർ എക്സ്റ്റേണൽ സ്റ്റിമുലി that cause or give rise to a bhava or emotion, that is vibhava. ഒരു നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇമോഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ആവശ്യമായ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കാരണമാകുന്ന എന്താണോ അതിനെയാണ് നമ്മൾ വിഭവ എന്ന് പറയുന്നത്. വിഭാവ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഇമോഷനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാൻ കാരണമാകുന്ന ഒബ്ജക്റ്റീവ് കണ്ടീഷൻ അതെന്തുമായിക്കോട്ടെ അതിനെയാണ് നമ്മൾ വിഭാവ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വി ക്യാൻ ഡിവൈഡഡ് ഇൻറ്റു 2, ആലംബന വിഭാവ ആൻഡ് ഉദ്ദീപന വിഭാവ. സോ ലെറ്റ് us see what is mean by ആലംബന വിഭാവ. The person who became the cause for arising an emotion is known as ആലംബന വിഭാവ. നമ്മുടെ ഉള്ളിലെ ആ ഇമോഷൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ഇമോഷൻ പുറത്തു വരാൻ കാരണമാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ പ്രസൻസ് കൊണ്ടാണോ എന്തോ ഒരു കാരണമായിക്കോട്ടെ, ഏതോ ഒരു വ്യക്തിയുടെ പ്രസൻസ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ ഇമോഷൻ വരാൻ കാരണമാകുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി കാരണമാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആലംബന വിഭാവ എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ആലംബന എന്നാണല്ലോ, അപ്പോൾ ആൾ എന്ന് ലിങ്ക് ചെയ്താൽ മതി. സോ ലെറ്റ് മീ ഗീവ് യു വൺ എക്സാമ്പിൾ ഓൾസോ. In അഭിജ്ഞാന ശകുന്തളം, ദുഷ്യന്ത ടേൺസ് as an ആലംബന ഫോർ ശകുന്തളാസ് ലവ്. ശകുന്തളയ്ക്ക് അദ്ദേഹത്തോട് സ്നേഹം തോന്നുന്നത് അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അവൾക്ക് സ്നേഹം തോന്നുകയാണ്. അതായത് അവളുടെ ഉള്ളിലെ ആ ഇമോഷൻ പുറത്തു വരികയാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ശകുന്തളയെ കണ്ട മാത്രയിൽ അവളെ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ദുഷ്യന്തനെ സംബന്ധിച്ചിടത്തോളം ശകുന്തളയാണ് ആലംബന, ശകുന്തളയെ സംബന്ധിച്ചിടത്തോളം ദുഷ്യന്തനും. അപ്പോൾ ആ ആക്ടേഴ്സിൽ പരസ്പരം ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻ സ്പെക്ടേറ്റേഴ്സിലും അതുപോലെ റീഡേഴ്സിലും ഒരുപോലെ ലഭ്യമാകും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഭാവത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഭാവത്തിൽ ഒന്ന് മാത്രമാണ് വിഭാവ. വിഭാവയിലെ ഒരു തരംതിരിവിൽ ഒന്നാണ് ആലംബന വിഭാവ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ് പുറത്തു വരാൻ അത് ഒരു വ്യക്തിയിലൂടെയാണ് കാരണമാകുന്നതെങ്കിൽ അതിനെയാണ് ആലംബന വിഭാവ എന്ന് പറയുന്നത്. സോ ലെറ്റ് us see the very next one, ഉദ്ദീപന വിഭാവ. The circumstances that leads to an emotion is known as ഉദ്ദീപന വിഭാവ. ചുറ്റുപാടുകൾ, ആ ഒരു എന്ത് ചുറ്റുപാടാണോ നമ്മുടെ ആ ഇമോഷൻസിനെ അറോസ് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അതിനെയാണ് ഉദ്ദീപന വിഭാവ എന്ന് പറയുന്നത്. നമുക്ക് അതേ എക്സാമ്പിൾ തന്നെ ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും എക്സാമ്പിൾ തന്നെ ഇവിടെ എടുക്കാം. കാരണം അതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് സെയിം എക്സാമ്പിൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ. എക്സാമ്പിൾ, അവരുടെ ആ സ്നേഹത്തിന് ആ ഒരു നല്ലൊരു പശ്ചാത്തലമുണ്ടല്ലേ, അതുകൊണ്ടാണ് അത് കാണുന്ന കാണികളിലും വായനക്കാരിലും ഒക്കെ ആ ഒരു ഇമേജ് അത് വായനക്കാരിലാണെങ്കിൽ പ്രത്യേകിച്ചും അത് ശരിക്കും മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനും സ്പെക്ടേറ്റേഴ്സിലാണെങ്കിൽ അതിനെ സ്വന്തം ഇമോഷൻസുമായി കൂട്ടിക്കലർത്തി അത് മനസ്സിലാക്കാനും ഒക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ഈ ഉദ്ദീപന വിഭാവ എന്ന ഈ ഒരു വിഭാവയിലൂടെയാണ്. അതായത് ഇവിടെ നേച്ചറാണ് നമുക്ക് നമ്മുടെ ആ ഇമോഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കഥ എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ആ ഫോറസ്റ്റാണ്, കണ്വാശ്രമവും മാലിനിയുടെ തീരങ്ങളും ഒക്കെയാണ്
ഉദ്ദീപന വിഭാവയായി പരിഗണിക്കുന്നത്. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ടു ദ വെരി നെക്സ്റ്റ് വൺ, അനുഭാവാസ്. Physical or bodily expression of bhavas or emotions. Anubhavas, the literal meaning of anubhavas are after effect of bhavas. So, it is called anubhavas. Examples: sigh, sweating, loud cry, etc. അതായത് വിഭാവയിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഉള്ളിലെ ഇമോഷൻസിനെ പുറത്തു കൊണ്ടുവരാൻ കാരണമാകുന്നത് എന്തോ അതാണ് വിഭാവ എന്ന്. അനുഭാവ എന്നാൽ നമ്മൾ മനസ്സിലാക്കിയ ആ ഇമോഷൻസിൻ്റെ ബോഡ്ലി എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഗസ്റ്റേഴ്സ് ആണ് അനുഭാവ. സോ Anubhava is a psychophysical experience that appears in the viewers, readers, audience or characters. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുമ്പോൾ അത് തന്നെ അതേ ദുഷ്യന്തനും ശകുന്തളയും തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അവർ വിഭാവയിലൂടെ ആ ഒരു ഭാവത്തിൽ അവർ മനസ്സിലാക്കി അവർ തമ്മിലുള്ള ആ സ്നേഹം, അതിൻ്റെ ഒരു എഫക്റ്റ്, ആ മനസ്സിലാക്കിയതിൻ്റെ എഫക്റ്റാണ് അനുഭാവ എന്നുള്ളത്. അതായത് ദുഷ്യന്തനോടുള്ള സ്നേഹം ശകുന്തള പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദുഷ്യന്തനെ കാണാനായിട്ട് അവൾക്ക് പിന്നെയും പിന്നെയും തോന്നുകയാണ്. അന്നേരം അവൾ എന്ത് ചെയ്യുന്നു? കാലിൽ മുള്ളുകൊണ്ട് എന്ന് ഭാവിച്ച് പുറകോട്ട് തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കുന്നു. അതായത് അതൊരു ബോഡ്ലി എക്സ്പ്രഷനാണ് അല്ലേ? അന്നേരം അവൾ ചിരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ എക്സ്പ്രഷൻസ്, അതാണ് നമ്മൾ മനസ്സിലാക്കിയ ആ ഇമോഷൻസിന് നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ആണ് അനുഭാവാസ്. ഇതേ അനുഭാവ, ഇതിപ്പോൾ ക്യാരക്ടേഴ്സിൽ ഉണ്ടാവുന്ന ഈ ഒരു അനുഭാവ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിലും ഉണ്ടാവും. അതായത് അവർ തമ്മിലുള്ള ആ ഇഷ്ടം പറയാതെ പറയുന്ന ഒരു സീനാണത്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ദാറ്റ് ഈസ് കോൾഡ് അനുഭാവ. ഇമോഷൻസിന് ഉണ്ടാവാൻ കാരണമാകുന്നത് വിഭാവാസ് ആണെങ്കിൽ അതിൻ്റെ ആ ഇമോഷൻസിൻ്റെ എഫക്ട്സ് ആണ് അനുഭാവാസ് എന്നുള്ളത്. വി ആർ മൂവിങ് ടു വ്യഭിചാരി ഭാവാസ് ഓർ സഞ്ചാരി ഭാവാസ്. ഐ ടോൾഡ് യു ദാറ്റ് വ്യഭിചാരി ഭാവാസിൻ്റെ മറ്റൊരു പേരാണ് സഞ്ചാരി ഭാവാസ്. വ്യഭിചാരി ഭാവാസ് ആർ ഫ്ലീറ്റിംഗ് ഓർ ടെമ്പററി ഇമോഷൻസ്. This states help the permanent psychological state to mature into rasa in the spectator. And Vyabhichari bhavas strengthens sthayi bhavas. Bharat Muni mentions 33 Vyabhichari bhavas together with 8 Swatik bhavas. So let us see what is meant by Vyabhichari bhavas. അതായത് ടെമ്പററി ഇമോഷൻസ് ആണ്, പെട്ടെന്ന് കടന്നു പോകും. സഞ്ചാരി എന്നുള്ള ആ ഒരു കീവേഡ് ഓർത്താൽ മതി. സഞ്ചാരം, വന്നു പോകുന്നു, ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വന്നു പോകുന്ന, പെട്ടെന്ന് വന്നു പോകുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ഭാവാസ് ആണ് ഈ സഞ്ചാരി ഭാവാസ്. ഓക്കെ, അപ്പോൾ ഇതേ എക്സാമ്പിൾ, നമ്മുടെ പഴയ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ദുഷ്യന്തനും ശകുന്തളയും തമ്മിൽ സ്നേഹത്തിലായി. അതിൽ ശകുന്തള അദ്ദേഹത്തെ മറന്നു പോകുന്നൊരു സീനുണ്ട്. ഇത് അദ്ദേഹത്തിന് അറിയുന്നില്ല, അതായത് ദുഷ്യന്തൻ അറിയുന്നില്ല എന്തുകൊണ്ടാണ് ശകുന്തള തന്നെ മറന്നുപോയത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകാവുന്ന വ്യഭിചാരി അല്ലെങ്കിൽ സഞ്ചാരി ഭാവാസ് ഏതൊക്കെയായിരിക്കും? അസൂയ, ഈഗർനെസ്, അജിറ്റേഷൻ, ഇതൊക്കെയായിരിക്കും അല്ലേ? എന്തുകൊണ്ട് അസൂയ എന്ന് പറഞ്ഞത്? തന്നേക്കാൾ വിലമതിക്കപ്പെട്ട അല്ലെങ്കിൽ തന്നേക്കാൾ എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ആരോ അവൾക്കുണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഓർത്താണ് അവൾ ഇരിക്കുന്നത് എന്നുള്ള അസൂയ. എന്തുകൊണ്ടായിരിക്കാം ഇവൾ എന്നെ ഓർക്കാത്തത്, എന്തുകൊണ്ടാണ് ഇപ്പം എന്നെ ഇഷ്ടമില്ലാത്തത്, എന്നെ പറ്റിയേ എന്നുള്ള ഒരു ഈഗർനെസ്, അതുപോലുള്ള അജിറ്റേഷൻ, ഇതൊക്കെ എന്തിന് കാരണമാകാം? ഇതൊക്കെയാണ് സഞ്ചാരി ഭാവാസ് എന്ന് പറയുന്നത്. ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതിനുള്ളിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന, പെട്ടെന്ന് വന്ന് മാഞ്ഞു പോകുന്ന ഒരുപാട് ചെറിയ ചെറിയ
transient state of mind is known as Sanchari Bhavas. I think it's clear for you. For example, we can take that sorrow, which leads to depression. Now we discuss the terms Vibhava, Anubhava, Vyabhichari, Samyogat. Samyogat, which means union. That means the joining of these three creates or leads to rasa. Thus, Bharat Muni says that the awareness of the emotion in the mind of the spectator, in which Bharata calls as rasa nishpati. അതായത് ഈ മൂന്ന് കാര്യങ്ങളുടെ ഈ മൂന്ന് ഭാവാസിൻ്റെയും ഇമോഷൻസ് ഒരു സ്പെക്ടേറ്റർ മനസ്സിലാക്കുമ്പോഴാണ് അവൻ രസ എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. അതായത് അവൻ ആ ഒരു ആർട്ട് പെർഫോമൻസ് പൂർണ്ണമായും രസിക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ രസ അവൻ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അവൻ സ്വയം രസികയായി മാറുന്നു. ഭരതമുനിയുടെ കൺസെപ്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഒരു ഡെഫിനിഷനും അതിൽ നിന്നാണ് രസനിഷ്പത്തിയിലേക്ക് എത്തുന്നത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ ഓർമ്മയുണ്ടായാൽ മതി. എങ്കിൽ കൂടിയും രണ്ട് ടേംസും കൂടെ നമ്മൾ പരിചയപ്പെടണം. വൺ ഈസ് സാത്വിക് ഭാവാസ്. വാട്ട് ഈസ് മീൻ ബൈ സാത്വിക് ഭാവാസ്? ദിസ് ഇസ് 8 in numbers. That means 8 bhavas are there. Sattvic bhavas are reflex actions or involuntary bodily reactions to strong feelings or agitation that takes place in mind. So let us see which are those Sattvic bhavas. See here: Ashru, Pralay, Romance, Stampa, Swarabheda, Shweta, Vaivarnya, Vibhatu. So these are the Sattvic bhavas. എന്തൊക്കെയാണ് സാത്വിക് ഭാവാസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇമോഷൻസ് ആണ്. ഇത് 8 എണ്ണമാണുള്ളത്. ഇപ്പം എക്സാമ്പിളായിട്ട് അശ്രു പറയാം അല്ലേ. സാത്വിക് ഭാവയാണ് അശ്രു എന്നുള്ളത്, അതായത് ടിയേഴ്സ്. അത് വരുമ്പോൾ അല്ലെങ്കിൽ അശ്രു എന്നുള്ള ആ ഒരു ഭാവ പ്രസൻറ്റ് ചെയ്യുന്ന ആക്ടർ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം, അതല്ലെങ്കിൽ ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ തുടയ്ക്കണം, അതായത് കണ്ണുനീര് വന്ന് അതിങ്ങനെ ഒപ്പിയെടുക്കുന്നത് പോലെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ സാത്വിക് ഭാവാസ് എന്നതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സാത്വിക് ഭാവാസ് ആണ് സ്ഥായി ഭാവയിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ വി ക്യാൻ സീ വാട്ട് ഈസ് സ്ഥായി ഭാവ. ദിസ് ഈസ് ഓൾസോ 8 in numbers. That means 8 bhavas are there. Dominant bhavas which are most commonly found in all humans. സാത്വിക് ഭാവാസ് ആണ് സ്ഥായി ഭാവയിലേക്ക് ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ. പക്ഷെ അതിലെല്ലാം ഉപരി നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഭാവാസ് അല്ലെങ്കിൽ സ്ഥായി ഭാവാസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിലുണ്ട്. എന്തെങ്കിലും ഒരു ആർട്ട് പെർഫോമൻസ് കാണുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭാവ അത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നോ എത്രത്തോളം ആസ്വദിക്കുന്നോ അതിനനുസരിച്ചാണ് ആ ഭാവ പുറത്തേക്ക് വരുന്നത്. അതിനുള്ള വഴിയാണ് നമ്മുടെ ഭരതമുനി കാണിച്ചു തന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്ഥായി ഭാവാസ് എന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ രതി, പാഷൻ ഓഫ് ലവ്. സെക്കൻഡ് ഹാസ. 3 ശോക. 4 ക്രോധ. 5 ഉത്സാഹ. 6 ഭയ. 7 ജുഗുപ്സ. 8 വിസ്മയ. And one more was there, it is sama. So ഇത്തരം സ്ഥായി ഭാവങ്ങളിൽ നിന്നാണ് ഇറ്റ് ലീഡ്സ് ടു രസ. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ ഒരു സംശയം വരുന്നുണ്ടാവും. കാരണം ഭരത്മുനി പറഞ്ഞതിനകത്ത് അതൊരു ഡെഫിനിഷനായിട്ട് കൊടുത്തതാണ്. അതിൻ്റെ അകത്തു നിന്നെല്ലാം വരേണ്ടത്, അതായത് ഈ രസ എന്ന കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇതിൽ നിന്നെല്ലാം നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ സ്ഥായി ഭാവയിലേക്കാണ്. അതായത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ സ്ഥായി ആയിട്ടുള്ള ഒരു ഭാവമുണ്ട്. ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് ശോകമാണ് എന്ന് വിചാരിച്ചോ, ശോകയാണ് എൻ്റെ ഉള്ളിലെ സ്ഥായി ഭാവ എന്ന് എഴുതിക്കോളൂ. അപ്പോൾ ഞാനൊരു ശോകം നിറഞ്ഞ ഒരു ഡ്രമാറ്റിക് പെർഫോമൻസ് കാണുകയാണ്. അത് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്.
അവരുടെ സ്ഥായി ഭാവ ഹാസയാണെന്ന് വിചാരിക്കാം, മിർത്ത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ ഡ്രമാറ്റിക് പെർഫോമൻസ് കാണുന്നു. അത് കൂടുതലായും ആഴത്തിൽ മനസ്സിലാക്കാനും അത് കൂടുതലായി രസിക്കാനും കഴിയുന്നത് എനിക്കായിരിക്കും. കാരണം എൻ്റെ സ്ഥായി ഭാവ ശോകയാണ്. നമ്മൾ പറയല്ലേ, ചില ഡ്രമാറ്റിക് ഈവൻസ് ഒക്കെ ഓരോ സിനിമയിലൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും എൻ്റെ ജീവിതം അങ്ങനെ വരച്ചു വെച്ച പോലെയുണ്ട്. വൈ ഈസ് ഇറ്റ് സോ? കാരണം അത് നമ്മുടെ സ്ഥായി ഭാവയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഈ ഭാവം. അത് നമ്മുടെ സ്ഥായി ഭാവവുമായിട്ട് നമുക്കത് എപ്പോഴാണോ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പോഴാണ് നമ്മൾ രസ എന്ന ആ ഒരു അറ്റൈൻമെൻറ്റ് നടത്തുന്നത്, ഒരു ആർട്ടിസ്റ്റിക് ടേസ്റ്റ് നമ്മളിലേക്ക് എത്തുന്നത്. ആ ആക്ടേഴ്സിന് ഉണ്ടാവുന്ന അതേ ആർട്ടിസ്റ്റിക് ടേസ്റ്റ് നമ്മളും അനുഭവിക്കുന്നു. അങ്ങനെ നമ്മൾ രസിക എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. രതി ഇറ്റ് ലീഡ്സ് ടു ശൃംഗാര, ഹാസ ഹാസ്യ, ശോക കരുണ, ക്രോധ രൗദ്ര, ഉത്സാഹ വീര, ഭയ ഭയാനക്, ജുഗുപ്സ ബീഭത്സ, Vismaya Adbhuta, Sama Shanta. And I told you that there is 8 in number, but now here we have the 9th rasa. It is given by Abhinav Gupta. Let me read that. Abhinav Gupta introduced the 9th rasa called Shantam, which denotes the peace or tranquility. സോ അഭിനവ് ഗുപ്ത അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിലാണ് ഈ 9ാമത്തെ രസം എന്ന ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ശാന്ത എന്ന ഈ ഒരു രസം കൊണ്ടുവന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് പീസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ, അതായത് അഭിനവ് ഗുപ്ത, സാം കുക്ക, ബത്തലോലത, ഇവരൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് ഇൻ്റർപ്രിറ്റേഷൻസും ക്രിറ്റിസിസംസും ഒക്കെ നടത്തിയിട്ടുണ്ട്. ദാറ്റ് വി വിൽ സീ ഇൻ ദ വെരി നെക്സ്റ്റ് ക്ലാസ്. I will explain that to you. So please subscribe my channel.